ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ലെറ്റ് us start. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. എൻ്റെ പേര് ദിലീപ് കുമാർ വി. മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനാണ്. ഇനി നമുക്ക് ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം എ, ഞാൻ ഹനോൻ അബ്ദുൽ മജീദ്. എൻ്റെ പേര് കൃഷ്ണജിത്ത് കെ. നമ്മൾ സിദി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂൾ തളിപ്പറമ്പിൽ പഠിക്കുന്നു. ടീം ബി, എൻ്റെ പേര് സൂര്യതേജ്. എൻ്റെ പേര് യദുകൃഷ്ണ. നമ്മൾ GHSS കൂത്തുപറമ്പിൽ നിന്ന് വരുന്നു. ടീം സി, എൻ്റെ പേര് ലിയ ജമീല. എൻ്റെ പേര് അനന്തു എ. ഞങ്ങൾ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഡി, എൻ്റെ പേര് അരവിന്ദ് PP. എൻ്റെ പേര് ആരുഷ് ലക്ഷ്മൺ. നമ്മൾ GHSS കണ്ണാടിപ്പറമ്പിൽ നിന്ന് വരുന്നു. ടീം ഇ, എൻ്റെ പേര് ഫാത്തിമത്തുൽ ഷഹല. എൻ്റെ പേര് മിഹാര കെ. നമ്മൾ സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ആകാശവാണിയുടെ റേഡിയോ ടീച്ചർ എന്ന ക്വിസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്ര ക്വിസ് മത്സരമാണ് ഇവിടെ നടത്തുന്നത്. അവസാനത്തെ 2 ചാപ്റ്ററാണ് ആദ്യത്തെ 2 റൗണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പോളിനോമിയലും സ്റ്റാറ്റിസ്റ്റിക്സും. ബാക്കി അടുത്ത 2 റൗണ്ടിൽ നമ്മൾ എല്ലാ പാഠങ്ങളും ഉൾപ്പെടുത്തി ഒരു റിവിഷൻ മോഡൽ ക്വസ്റ്റ്യനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് പ്രശ്നോത്തരിയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യ റൗണ്ടിലെ മാർക്ക് 5 മാർക്ക് വീതമാണ് കൊടുക്കുന്നത്. ഉത്തരം ശരിയാണെങ്കിൽ 5 മാർക്ക് കിട്ടും. പാസ് ചെയ്ത ടീമിന് 3 മാർക്കാണ് നൽകുന്നത്. തുടർന്ന് അങ്ങോട്ട് പാസിംഗ് ഇല്ല. തൊട്ടടുത്ത ടീമിന് മാത്രമേ പാസിംഗ് ഉള്ളൂ. മൂന്നാമത് പാസിംഗ് ഇല്ല. പിന്നീട് ഉത്തര മാർക്കും പറയാം. അടുത്ത ടീമിന് മാത്രം 3 പോയിന്റ് ലഭിക്കുന്നു. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. P(x) = x³ - 5x² + 4x - 3 ആയാൽ P(0) എത്ര? P(x) = x³ - 5x² + 4x - 3 ആയാൽ വാട്ട് ഈസ് P(0)? ടീം എ. സർ, P(0) = -3. ഉത്തരം ശരിയാണ്. ടീം എക്ക് 5 പോയിന്റ്. P(0) കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം എക്സിന് 0 എന്നുള്ള വില നൽകുമ്പോഴാണല്ലോ P(0) കിട്ടുന്നത്. അപ്പോൾ എല്ലാ ടേമിലും എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് ഇല്ലാത്ത ടേം ലാസ്റ്റ് ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും P(0) കാണുമ്പോൾ ആ ലാസ്റ്റ് ടേം എഴുതിയാൽ മതിയാകും, -3. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ടീം ബിയോടാണ്. കുറച്ച് കുട്ടികൾക്ക് ഒരു പരീക്ഷയിൽ കിട്ടിയ മാർക്കുകൾ 13, 6, 15, 17, 12, 5, 19, 14, 11, 8. മാധ്യമായി വരുന്ന മാർക്ക് എത്ര? മാർക്സ് ഓഫ് സം സ്റ്റുഡൻസ് ഗോട്ട് എൻ എക്സാം ആർ 13, 6, 15, 17, 12, 5, 19, 14, 11 and 8. Find the mean marks. സർ, മീൻ 12. ശരി ഉത്തരം. ടീം ബിക്ക് 5 പോയിന്റ്. ഇപ്പം മീൻ എന്ന് പറയുന്നത് നമുക്കറിയാം സം ബൈ ടോട്ടൽ നമ്പറാണ്. അപ്പോൾ ആ വാല്യൂസ് സമ്മ് 120 എന്നും ടോട്ടൽ 10 ആയിട്ടാണുള്ളത്. അപ്പോൾ 120/10 12. അടുത്ത ചോദ്യം ടീം സിയോടാണ്. x² - 9 എന്ന ബഹുപദത്തിൻ്റെ 2 ഒന്നാംകൃതി ഘടകങ്ങൾ ഏതൊക്കെ? വാട്ട് ആർ ദ 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ഓഫ് x² - 9? സർ, ഫാക്ടേഴ്സ് x - 3 ആൻഡ് x+3. യെസ്, ശരി ഉത്തരമാണ്. ടീം സിക്ക് 5 മാർക്ക്. നമ്മൾ പഠിച്ചിട്ടുണ്ട് a² - b². ആ ആശയം ഉപയോഗിച്ചിട്ടില്ല അതിൻ്റെ ഫാക്ടറി ചെയ്തത്. a² - b² എന്നത് a + b × a - b ആണ്. അപ്പോൾ x² - 9 എന്നുള്ളത് x² - 3². അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. കുറച്ച് കുട്ടികളുടെ ഉയരം സെൻറ്റിമീറ്ററിൽ പറയുകയാണ്. അവയുടെ മധ്യമമായി വരുന്ന കുട്ടിയുടെ ഉയരം എത്ര? ഹൈറ്റ്സ് ഓഫ്
Some students are given. Find the median height. 120, 122, 124, 135, 148, 153, 147, 150. ഉത്തരം 141. 141 ശരി ഉത്തരമാണ്. ടീം ഡി ആ ആൻസർ ഒന്ന് വിശദീകരിക്കാമോ? എങ്ങനെയാണ് മീഡിയൻ 141 കിട്ടിയെന്ന്? ആദ്യം അത് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതിയിട്ട് അതിലെ മിഡിൽ ടേമിന് 4ഉം 5ഉം ആണ്. അപ്പോൾ അത് രണ്ടും കൂട്ടിയിട്ട് അതിൻ്റെ ഹാഫ് ഉണ്ട്. അതായത് അതെ, മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ മോസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ ഇവിടെ 8 ഐറ്റം ഉള്ളത്. അപ്പോൾ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുമ്പോൾ മിഡിൽ വരുന്നതാണ് മീഡിയൻ. അപ്പോൾ മിഡിൽ വരുന്നത് 135ഉം 147ഉം ആണ്. അപ്പോൾ അതിൻ്റെ ഏവറേജ് ആണ് മീഡിയൻ. അത് 282/2 141. ടീം ഡിക്ക് 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. ശ്രദ്ധിക്കുക. ഒരു ഫാക്ടറിയിൽ 53 തൊഴിലാളികളുണ്ട്. അവരുടെ കൂലി ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ എത്രാമത്തെ തൊഴിലാളിയുടെ കൂലിയാണ് മീഡിയനായി കണക്കാക്കുന്നത്? There are 53 workers in a factory. If you are arranging their wages in an increasing order, what is the position of the worker whose wage is median? ടീം ഇ ആണ് ഉത്തരം പറയേണ്ടത്. സാർ, ഉത്തരം 27. റൈറ്റ് ആൻസർ. എങ്ങനെ 27 കിട്ടിയത്? ഇവിടെ ടോട്ടൽ വർക്കേഴ്സിൻ്റെ നമ്പർ 53 ആണ്. അത് ഓഡ് നമ്പർ ആണ്. സോ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n+1/2 ടേം. അപ്പോൾ 54/2 27. അതെ, ടീം ഇ 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. x² - 4x + k എന്ന ബഹുപദത്തിൻ്റെ ഒരു ഘടകമാണ് x-1 എങ്കിൽ k എത്ര? If x-1 is a factor of the polynomial x² - 4x + k, then what number is k? സർ, ഉത്തരം 3. ടീം ഇയുടെ ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 5 മാർക്ക്. സാധാരണഗതിയിൽ 10th പരീക്ഷയ്ക്ക് അധികം ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്, കെയുടെ വില കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം x-1 ഫാക്ടർ ആകുമ്പോൾ P(1) ആയിരിക്കും 0 ആവുക. അപ്പോൾ P(1) എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കെയുടെ വില ലഭിക്കും. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. 2x² - 3x - 1 എന്ന ബഹുപദത്തിനോട് ഏത് സംഖ്യ കൂട്ടിയാൽ x+1 അതിൻ്റെ ഒരു ഘടകമാകും? വാട്ട് നമ്പർ ഈസ് ടു ബി ആഡഡ് ടു ദ പോളിനോമിയൽ 2x² - 3x - 1 ടു ഗെറ്റ് x+1 ഈസ് എ ഫാക്ടർ? സാർ, ഉത്തരം -4. -4 ശരിയായ ഉത്തരമാണ്. ടീം ഡിക്ക് 5 മാർക്ക്. നമ്മൾ x+1 ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. x+1 ഫാക്ടർ ആവണമെങ്കിൽ നമുക്കറിയാം P(-1) 0 ആവണം. അപ്പോൾ P(-1) നമ്മൾ കണ്ടപ്പോൾ കിട്ടുന്നത് 4 എന്നാണ്. അപ്പോൾ അത് 0 ആവണമെങ്കിൽ നമ്മളത് -4 ആഡ് ചെയ്യണം. ഓക്കെ, അടുത്ത ചോദ്യം ടീം സിയോടാണ്. 20 കുടുംബങ്ങളുടെ മധ്യമമായ വരുമാനം 25,000 രൂപയാണ്. ഇതിൽ 11ാമത്തെ കുടുംബത്തിൻ്റെ വരുമാനം 27,000 രൂപയാണെങ്കിൽ 10ാമത്തെ കുടുംബത്തിൻ്റെ മാസവരുമാനം എത്ര? മീഡിയൻ മന്ത്ലി ഇൻകം ഓഫ് 20 families are calculated as 25,000. If the income of the 11th family is 27,000, what is the income of the 10th family? സാർ, 10th ഫാമിലിയുടെ ഇൻകം എന്ന് പറയുന്നത് 27,000 തന്നെയായിരിക്കും. ടീം സിയുടെ ഉത്തരം തെറ്റിപ്പോയി. ടീം ബിക്ക് അവസരം. പാസ്. ടീം ബിയും ഉത്തരം നൽകിയില്ല. ആൻസർ അറിയുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. സർ, 23,000. 23,000. ടീം എയുടെ ഉത്തരം ശരിയാണ്. ടീം എക്ക് അഭിനന്ദനങ്ങൾ. 20 ഫാമിലീസാണുള്ളത്. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് 10ാമത്തെയും 11ാമത്തെയും ഫാമിലിയുടെ ഇൻകത്തിൻ്റെ ഏവറേജ്, അതായത് അതിൻ്റെ ശരാശരി. 11 തന്നിട്ടുണ്ട് 27. അപ്പോൾ 27 മറ്റേ വരുമാനം നമ്മൾ എക്സ് എന്ന് എടുത്താൽ 27,000 + x/2 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 25,000 കിട്ടുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും സം എന്ന് പറയുന്നത് 50,000 വേണ്ടേ? /2 അല്ലേ 25,000 വരുന്നത്. അപ്പോൾ സമ്മ് 50,000 വരണം. അപ്പോൾ 27,000 ഒരു ഫാമിലിക്കുണ്ട്. അപ്പോൾ മറ്റേ ഫാമിലിയുടേത് 23,000. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. x+1 ഘടകമായ ഒരു രണ്ടാംകൃതി
ബഹുപദം പറയുക. കെൻ യു സേ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വിത്ത് എക്സ് പ്ലസ് 1 ആസ് 1 ഫാക്ടർ? പറഞ്ഞോ ടീം ബി. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ശരി ഉത്തരമാണ്. അതായത് എക്സ് പ്ലസ് 1 ഫാക്ടറായ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എഴുതാൻ എക്സ് പ്ലസ് 1നെ ഏതെങ്കിലും ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് ഗുണിച്ചാൽ മതി. ജസ്റ്റ് എക്സ് കൊണ്ട് ഗുണിച്ചാൽ മതി. എക്സ് പ്ലസ് 1 × എക്സ്, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ്, അതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അല്ല, ഏത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെ കൊണ്ടും എക്സ് പ്ലസ് 1നെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഷുവറായിട്ടും എക്സ് പ്ലസ് 1 ഒരു ഫാക്ടർ ആയിരിക്കും. ടീം ബി ശരി ഉത്തരമാണ്, 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ചില വീടുകളിലെ വൈദ്യുതി ഉപയോഗം യൂണിറ്റിൽ നൽകുകയാണ്. മധ്യമമായ വൈദ്യുതി ഉപയോഗം കാണുക. ഐ എം ഗിവിംഗ് യു ദ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ഓഫ് സം ഹൗസ് ഹോൾഡ് ഇൻ യൂണിറ്റ്. വാട്ട് ഈസ് ദ മീഡിയൻ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി? ക്വസ്റ്റ്യൻ ഇതാണ്. 250 കൺസ്യൂം ചെയ്യുന്ന 5 ഫാമിലീസ് ഉണ്ട്. 287, 310, 338, 353, 400, 2 ഫാമിലീസ്. വാട്ട് ഈസ് ദ മീഡിയൻ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ് ചോദ്യം. മീഡിയൻ പൊസിഷന് 18 വരുന്നത്. അപ്പോൾ കൺസപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റിന്റെ മീഡിയം 280. ഉത്തരം തെറ്റാണ്. മീഡിയൻ പൊസിഷൻ 18 തന്നെയാണ്. ടീം ഇക്ക് പാസ് ചെയ്യാം. സാർ മീഡിയൻ 300. 300 ശരി ഉത്തരം. ടീം ഇക്ക് 3 പോയിന്റ്. ആദ്യത്തെ 5 പേരുടെ അപ് ടു 250 ആണ്. അടുത്ത 12 പേരുടേതാണ് 280 വരുന്നത്. അപ്പം നമ്മുടെ 18 എന്ന് പറയുന്നത് 12നും 22നും ഇടയിൽ വരുന്നതുകൊണ്ട് തന്നെ 250 ശേഷമുള്ള ബാക്കി 22 വരെയുള്ള ആളുടെ കൺസപ്ഷൻ എന്ന് പറയുന്നത് 300 യൂണിറ്റ് ആയിരിക്കും. ടീം ഇക്ക് 3 മാർക്ക്. ഇതോടെ ആദ്യ റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ്. നമുക്ക് ഓരോ ടീമിനും ലഭിച്ച സ്കോറുകൾ പരിശോധിക്കാം. ടീം എ 5 മാർക്ക്, ടീം ബി 10 മാർക്ക്, ടീം സി 5 മാർക്ക്, ടീം ഡി 10 മാർക്ക്, ടീം ഇ 13 മാർക്ക്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കാം. രണ്ടാമത്തെ റൗണ്ടിൽ ഓരോ ചോദ്യത്തിനും 10 മാർക്ക് വീതമാണുള്ളത്. ഉത്തരം തൊട്ടടുത്ത ടീമിന് പാസ് ചെയ്താൽ 5 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് പാസില്ല. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ആദ്യ ചോദ്യം ടീം എയോടാണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് കെ എക്സ് സ്ക്വയർ മൈനസ് 11x മൈനസ് 8നെ എക്സ് മൈനസ് 3 ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് 4 എന്നെഴുതാമെങ്കിൽ കെ എത്ര? ഇഫ് എക്സ് ക്യൂബ് പ്ലസ് കെ എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 8 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എക്സ് മൈനസ് 3 ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് 4, ദെൻ വാട്ട് ഈസ് കെ? സർ പാസ്. ടീം എ ഉത്തരം പാസ് ചെയ്തിരിക്കുന്നു. ടീം ബിയും ഉത്തരം പാസ് ചെയ്തിരിക്കുന്നു. ഇനി ആർക്കെങ്കിലും ആൻസർ പറയാം. സർ കെ ഈസ് ഈക്വൽ ടു -28. അല്ല, വേറെ ആൻസർ ആരും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? നമ്മൾ പി ഓഫ് എക്സിനെ എക്സ് മൈനസ് 3 ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് 4 എന്ന് എഴുതിയിട്ടുണ്ട്. പി ഓഫ് 3 കണ്ടാൽ നമുക്ക് എന്താ കിട്ടുക? പി ഓഫ് 3 കണ്ടാൽ, കാരണം എക്സ് മൈനസ് 3 ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഉണ്ട്. അപ്പോൾ എക്സിനല്ലേ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പി ഓഫ് 3 കണ്ടായിരിക്കും എന്തായാലും കിട്ടുക? 3 മൈനസ് 3 ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് 4 എന്നില്ലേ? പി ഓഫ് എക്സിനെ നമുക്ക് എക്സ് മൈനസ് 3 ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് 4 എന്ന് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ എക്സിന് 3 എന്ന് കൊടുക്കുമ്പോൾ 3 മൈനസ് 3 ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് 4. അപ്പോൾ 3 മൈനസ് 3 0. 0 ഇൻറ്റു ക്യൂ ഓഫ് എക്സ് മീൻസ് 0. 0 പ്ലസ് 4 എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ നമുക്ക് പി ഓഫ് 3 4 എന്ന് കിട്ടുന്നു. അപ്പോൾ ആ ഇക്വേഷനിൽ സിമ്പിളായിട്ട് പി ഓഫ് 3 4 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 18/9 ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ ആരും തന്നെ ശരി ഉത്തരം പറഞ്ഞില്ല. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ആദ്യത്തെ 9 ഒറ്റ സംഖ്യകളുടെ മധ്യമം എത്ര? വാട്ട് ഈസ് ദ മീഡിയൻ ആൻഡ് മീൻ ഓഫ് ദി ഫസ്റ്റ് 9 ഓഡ് നമ്പേഴ്സ്? ഇപ്പോൾ 2 ആൻസർ പറഞ്ഞാൽ മാർക്കുള്ളൂ. മീനും മീഡിയനും പറയണം. സർ മീഡിയൻ 7. തെറ്റായ ഉത്തരമാണ്. ചോദ്യം ടീം സിയിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. സർ മീൻ ആൻഡ് മീഡിയൻ 9.
വെരി ഗുഡ്. ടീം സിക്ക് 5 പോയിന്റ്. നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാം. ആദ്യത്തെ 9 ഒറ്റ സംഖ്യകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് n² ആണ്. അപ്പോൾ 9 ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 9² വിച്ച് ഈസ് ഈക്വൽ ടു 81. അപ്പോൾ 9 ടേമാണുള്ളത്. അപ്പോൾ മീൻ എന്ന് പറയുന്നത് 81/9 ഈക്വൽ ടു 9. ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലോ. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ മീനും മീഡിയനും സെയിം ആയിരിക്കും. അത് കാരണം മീഡിയനും 9 ആണ്. മിഡിൽ ടേം തന്നെയായിരിക്കും അതിൻ്റെ മീഡിയനായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. x² - 5x + 6 എന്ന ബഹുപദത്തിൻ്റെ 2 ഒന്നാംകൃതി ഘടകങ്ങൾ ഏവ? വാട്ട് ആർ ദ 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ഓഫ് ദി പോളിനോമിയൽ x² - 5x + 6? Sir, answer factors x-3 and x-2. ശരി ഉത്തരം. ടീം സിക്ക് 10 പോയിന്റ് ലഭിക്കുന്നു. അതായത് നമ്മൾ x - a ഇൻറ്റു x - b ഈക്വൽ ടു x² - a + b × x + ab എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോഎഫിഷ്യൻ്റ് കമ്പയർ ചെയ്യുമ്പോൾ a + b എന്ന് പറയുന്നത് -5ഉം ab എന്ന് പറയുന്നത് 6ഉം വരും. അപ്പോൾ 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് +6ഉം അവരുടെ സമ്മ് -5ഉം ആയിട്ടുള്ള 2 നമ്പേഴ്സ് കണ്ടുപിടിച്ചാൽ ഫാക്ടേഴ്സ് ചെയ്താൽ എളുപ്പമാണ്. അപ്പോൾ x - 3 ആൻഡ് x - 2. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. x² + x + 1 എന്ന രണ്ടാംകൃതി ബഹുപദത്തെ ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാൻ പറ്റുമോ? എന്തുകൊണ്ട്? വെദർ ദ പോളിനോമിയൽ x² + x + 1 can be written as the product of 2 first degree polynomials. Why? ഉത്തരം 2 ഫാക്ടേഴ്സായി എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം b² - 4ac ചെയ്യുമ്പോഴുള്ള ഉത്തരം 0യേക്കാൾ കുറവായതുകൊണ്ട്. യെസ്, ശരി ഉത്തരമാണ്. ടീം ഡിക്ക് 10 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. ഒരു രണ്ടാംകൃതി ബഹുപദത്തിൽ p(-1) = 0 കൂടാതെ p(3) = 0 ആണ് എങ്കിൽ ഏതാണ് ബഹുപദം? ഇൻ എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ p(-1) = 0 ആൻഡ് p(3) = 0. വിച്ച് ഈസ് ദാറ്റ് പോളിനോമിയൽ? ഉത്തരം x² - 2x - 3. ഉത്തരം ശരിയാണ്. എങ്ങനെയാണ് ആ പോളിനോമിയൽ കിട്ടിയതെന്ന് വിശദീകരിക്കാമോ? p(-1) = 0, p(3) = 0. -1 and 3 are solutions. So a + b = minus of coefficient of x. So here 3 + -1 = 2 and 3 × -1 = -3. ഓക്കെ നമുക്ക് ഇത്രയധികം അതിന് പറയേണ്ടതില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പോളിനോമിയലിൽ p(a) 0 ആണെങ്കിൽ x - a അതിനൊരു ഫാക്ടർ ആയിരിക്കും. ഇവിടെ p(-1) ആണ് 0, അപ്പോൾ x - -1 എന്നാണ് x + 1 ഫാക്ടർ. ഇതേപോലെ p(3) 0 ആയതുകൊണ്ട് x - 3 ഫാക്ടർ. അപ്പോൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. x + 1 × x - 3 = x² - 2x - 3. അപ്പോൾ ടീം ഇക്ക് 10 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. 45 ആളുകളുടെ ദിവസവേതനം നൽകുകയാണ്. മധ്യമമായ ദിവസക്കൂലി എത്ര? ഡെയിലി വേജസ് ഓഫ് 45 വർക്കേഴ്സ് ആർ ഗിവൺ. ഫൈൻഡ് ദ മീഡിയൻ ഡെയിലി വേജ്. 2 കോളായിട്ട് നൽകുകയാണ്. ഡെയിലി വേജ് ഫസ്റ്റ് കോളവും നമ്പർ ഓഫ് വർക്കേഴ്സ് സെക്കൻഡ് കോളവുമാണ്. 400 to 500 8, 500 to 600 11, 600 to 700 10, 700 to 800 7, 800 to 900 9. Find the median daily wage. സാർ ഉത്തരം 635. 635 ശരി ഉത്തരമാണ്. ടീം ഇക്ക് 10 മാർക്ക്. ഇക്വേഷൻ്റെ വെച്ചിട്ടൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ നേരത്തെ കാണുന്ന പോലെ ടേബിൾ ആക്കുന്നു. അപ്പോൾ ബിലോ 500 ബിലോ 600 ആ രീതിയിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുമ്പോൾ നമുക്ക് 8, 19, 26, 39, 45 എന്ന് ലഭിക്കും. അപ്പോൾ 23ാമത്തെ വേജാണ് മീഡിയനായിട്ട് വരുന്നത്. 23rd ഈസ് ദ മീഡിയൻ പൊസിഷൻ, അതാണ്. അപ്പോൾ നമ്മൾ ആദ്യം 20th പൊസിഷനിലുള്ള ഡെയിലി വേജ് കണ്ടുപിടിക്കുന്നു. അത് നമുക്കറിയാതെ 600 പ്ലസ് d/2 ആണ്. അത് 605 എന്ന് കിട്ടുന്നു. ഇതേപോലെ 23 നമ്മളൊരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ x20നോട് 3d കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ x23 കിട്ടും. അപ്പോൾ x20 പ്ലസ് 3d എന്ന് പറയുന്നത് 605 പ്ലസ് 3 × 10 അങ്ങനെ 635. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. p(x) =
3x² മൈനസ് 5x പ്ലസ് 7 എന്ന ബഹുപദത്തിൽ പി ഓഫ് 2 എത്ര? കൂടാതെ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2വിനെ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി പറയുക. പി ഓഫ് എക്സ് ഈക്വൽ ടു 3x² മൈനസ് 5x പ്ലസ് 7. വാട്ട് ഈസ് പി ഓഫ് 2? വാട്ട് ആർ ദ 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2? ടീം ഡി. പി ഓഫ് 2 ഈക്വൽ ടു 9, പിന്നെ ഫാക്ടേഴ്സ് 11x മൈനസ് 6ഉം 3x മൈനസ് 2. ഫാക്ടേഴ്സ് തെറ്റിപ്പോയി. പി ഓഫ് 2 9 ആണ്. ടീം സിക്ക് പാസ് ചെയ്യാം. ഫാക്ടേഴ്സ് 3x മൈനസ് 2 ആൻഡ് 3x മൈനസ് 3. അല്ല, വേറെ ആർക്കും കിട്ടിയ ഫാക്ടർ? സാർ ആ, എക്സ് മൈനസ് 2 ആൻഡ് 3x പ്ലസ് 1. ശരി ഉത്തരം. ടീം എക്ക് അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തിന് ആർക്കും മാർക്കില്ല. അപ്പോൾ അതിൻ്റെ ഒന്ന് വിശദീകരണം പറയാമോ ടീമേ? പി ഓഫ് എക്സ് എന്ന് പി ഓഫ് 2 കുറച്ചാൽ എക്സ് മൈനസ് 2 ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പോൾ 3x² മൈനസ് 5x മൈനസ് 2 ആണ് നമുക്ക് പി ഓഫ് എക്സ് ആയിട്ട് ലഭിക്കുക. അതായത് പി ഓഫ് എക്സ് എന്ന് പി ഓഫ് 2 കുറച്ചാൽ 3x മൈനസ് 5x മൈനസ് 2 എന്ന് കിട്ടും. അതായത് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 അല്ലേ? ഓക്കെ. അപ്പോൾ 3x² ഡിവൈഡഡ് ബൈ എക്സും മൈനസ് 2 ഡിവൈഡഡ് ബൈ മൈനസ് 2 ചെയ്താൽ 2x പ്ലസ് 1 എന്ന് ലഭിക്കും. അതായത് ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ കണ്ടു അല്ലെ? എക്സ് ഈക്വൽ ടു 2 മൈനസ് 1/3 കിട്ടി. എക്സ് ഈക്വൽ ടു 2 ആകുമ്പോൾ എക്സ് മൈനസ് 2 ഫാക്ടർ. അപ്പോൾ പി ഓഫ് മൈനസ് 1/3 0 എന്ന് വരുമ്പോൾ 3x പ്ലസ് 1 ഫാക്ടർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പി ഓഫ് എ ബൈ ബി 0 ആകുമ്പോൾ ബി എക്സ് മൈനസ് എ ആയിരിക്കും ഫാക്ടർ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾ ആദ്യം കണ്ടെത്തണം, എന്നിട്ടാണ് ഫാക്ടർ ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ശ്രദ്ധിക്കുക. x³ മൈനസ് 5x² പ്ലസ് ax പ്ലസ് ബി എന്ന ബഹുപദത്തിൻ്റെ ഘടകമാണ് x² മൈനസ് 5x പ്ലസ് 6 എങ്കിൽ എ എത്ര, ബി എത്ര? x² മൈനസ് 5x പ്ലസ് 6 ഈസ് എ ഫാക്ടർ ഓഫ് x³ മൈനസ് 5x² പ്ലസ് ax പ്ലസ് b. വാട്ട് ആർ ദ നമ്പേഴ്സ് എ ആൻഡ് ബി? സർ പാസ്. ടീം സി ചോദ്യം ടീം ബിയിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. ടീം ബിക്കും ഉത്തരം അറിയില്ല. ഇനി ഏതെങ്കിലും ടീമിന് ആൻസർ അറിയാമെങ്കിൽ പറയാം. ഇല്ല. അപ്പോൾ x² മൈനസ് 5x പ്ലസ് 6 എന്നത് അതിൻ്റെ ഒരു ഫാക്ടറാന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ x² മൈനസ് 5x പ്ലസ് 6 എന്നത് x മൈനസ് 2 ഇൻറ്റു x മൈനസ് 3 അല്ലേ? അതിൻ്റെ ആൻസർ എങ്ങനെ വരുന്നത് നോക്കാം. x³ മൈനസ് 5x² പ്ലസ് ax പ്ലസ് b എന്ന പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടറാണ് x² മൈനസ് 5x പ്ലസ് 6 എന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഈ രണ്ടാംകൃതി പോളിനോമിയലിൻ്റെ ഫാക്ടർ കാണാൻ നമുക്കറിയാം. അത് x മൈനസ് 2ഉം x മൈനസ് 3ഉം ആണ്. അപ്പോൾ x മൈനസ് 2ഉം x മൈനസ് 3ഉം ഫാക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടും പി ഓഫ് 2 0 ആയിരിക്കും, പി ഓഫ് 3ഉം 0 ആയിരിക്കും. അപ്പോൾ പി ഓഫ് 2 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതായത് 2a പ്ലസ് ബി ഈക്വൽ ടു 12 എന്ന് കിട്ടും. പി ഓഫ് 3 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3a പ്ലസ് ബി ഈക്വൽ ടു 18 എന്നുള്ള മറ്റൊരു ഇക്വേഷൻ കിട്ടും. ഈ രണ്ട് സമവാക്യങ്ങളും നിർദ്ധാരണം ചെയ്താൽ, സോൾവ് ചെയ്താൽ നമുക്ക് a ഈക്വൽ ടു 6 എന്നും b ഈക്വൽ ടു 0 എന്നും ലഭിക്കും. അത് ഇക്വേഷൻ 2 എന്ന് ഇക്വേഷൻ 1 സബ്ട്രാക്ട് ചെയ്താൽ a ഈക്വൽ ടു 6 ആൻഡ് b ഈക്വൽ ടു 0. ഇനി അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ശ്രദ്ധിക്കുക. x³ പ്ലസ് 4x² പ്ലസ് px പ്ലസ് 5 എന്ന ബഹുപദത്തെ x മൈനസ് 3 കൊണ്ടും x പ്ലസ് 2 കൊണ്ടും ഹരിക്കുമ്പോൾ ഒരേ ശിഷ്ടമാണ് ലഭിക്കുന്നത് എങ്കിൽ p എത്ര? ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് x³ പ്ലസ് 4x² പ്ലസ് px പ്ലസ് 5 ബൈ x മൈനസ് 3 ആൻഡ് x പ്ലസ് 2 ആർ സെയിം റിമൈൻഡർ. വാട്ട് ഈസ് ദ നമ്പർ p? സർ പാസ്. ടീം ബിക്ക് ഉത്തരം അറിയില്ല, പാസ് ചെയ്തിരിക്കുന്നു. ടീം എ. സാർ പി ഈസ് ഈക്വൽ ടു 55. ഉത്തരം തെറ്റാണ്. ഏതെങ്കിലും ടീമിന് ആൻസർ അറിയാമെങ്കിൽ പറയാം. ഉത്തരം ആർക്കും അറിയില്ല. അപ്പോൾ എന്താ ആൻസർ തെറ്റിക്കാൻ കാരണം? x മൈനസ് 3 കൊണ്ടും x പ്ലസ് 2 കൊണ്ട് ഹരിച്ചാൽ ഒരേ റിമൈൻഡറാണ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ x മൈനസ് 3 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എന്തായിരിക്കും? പി ഓഫ് എക്സിന് പി ഓഫ് 3 അല്ലേ? x പ്ലസ് 2 കൊണ്ട് ഹരിച്ചാലോ പി ഓഫ് മൈനസ് 2. അതാണ് അതിലെ ആശയം. അപ്പോൾ പി ഓഫ് 3 ഈക്വൽ ടു പി ഓഫ് മൈനസ് 2 എന്ന് ചോദ്യത്തിന് മനസ്സിലാക്കാം. കാരണം ഒരേ റിമൈൻഡറാണ് കിട്ടുന്നത്. അപ്പോൾ പി ഓഫ് 3 ഈക്വൽ ടു പി ഓഫ് മൈനസ് 2 എന്ന് എഴുതിയാൽ അത് ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 3p പ്ലസ് 68 ഈക്വൽ ടു മൈനസ് 2p പ്ലസ് 13 എന്ന് കിട്ടും. അപ്പോൾ സോൾവ് ചെയ്താൽ p ഈക്വൽ ടു 11 എന്നാണ് കിട്ടുക. ഉത്തരം മൈനസ് 11 ആണ്, 11 അല്ല. p ഈക്വൽ ടു മൈനസ് 11. പി ക്വസ്റ്റിൻ്റെ മാർക്ക് ആർക്കും തന്നെ കിട്ടുന്നില്ല. അടുത്ത ചോദ്യം ടീം എയോടാണ്. ഈ റൗണ്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പി ഓഫ് എക്സ് ഈക്വൽ ടു
x² പ്ലസ് 6x പ്ലസ് k. പി ഓഫ് എക്സിനെ രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാൻ പറ്റണമെങ്കിൽ കേക്ക് സ്വീകരിക്കാവുന്ന പരമാവധി വില എത്ര? ആ വില നൽകുമ്പോൾ പി ഓഫ് എക്സിന്റെ ഘടകങ്ങൾ ഏവ? പി ഓഫ് എക്സ് ഈക്വൽ ടു x² പ്ലസ് 6x പ്ലസ് k. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ k for which p of x can be written as the product of two first degree polynomials? Find the factors of p of x by giving that value for k. സർ കെ മാക്സിമം 9. ടീമയുടെ ശരിയുത്തരമാണ്. ലാർജസ്റ്റ് വാല്യൂ 9 ആണ്. ഫാക്ടേഴ്സ് x+3 × x+3. x+3 × x+3. അതായത് b² - 4ac. ഇതിന് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ b² - 4ac ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതായത് 36 - 4k എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയാൽ മതി. 0 ആയാലും മതി. അപ്പോൾ 36 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4k എന്ന് കിട്ടുന്നു. അതായത് 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ഓർ k ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. അപ്പോൾ കേക്ക് കിട്ടുന്ന പരമാവധി വാല്യൂ 9 വരെയാണ്. അപ്പോൾ 9 എന്ന് കൊടുക്കുമ്പോൾ ലാർജസ്റ്റ് വാല്യൂ 9 ആണ്. അപ്പോൾ നമുക്ക് x² പ്ലസ് 6x പ്ലസ് 9 എന്നുള്ളത് x+3 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അതിന്റെ ഫാക്ടേഴ്സ് വരിക x+3 x+3 തന്നെയാണ്. ടീം എക്ക് 10 മാർക്ക്. ഈ പ്രശ്നോത്തരിയുടെ രണ്ടാമത്തെ റൗണ്ടും പൂർത്തിയായിരിക്കുന്നു. ഈ രണ്ടാമത്തെ റൗണ്ടിൽ ഓരോ ടീമിനും ലഭിച്ച സ്കോർ: ടീം എ 10 മാർക്ക്, ടീം ബിക്ക് പോയിന്റൊന്നും ലഭിച്ചില്ല, ടീം സി 15 മാർക്ക്, ടീം ഡി 10 മാർക്ക്, ടീം ഇ 20 മാർക്ക്. ഇനി 2 റൗണ്ടിലും കൂടി ആകെ ലഭിച്ച സ്കോർ: ടീം എ 15 മാർക്ക്, ടീം ബി 10 മാർക്ക്, ടീം സി 20 മാർക്ക്, ടീം ഡി 20 മാർക്ക്, ടീം ഇ 33 മാർക്ക്. മാത്തമാറ്റിക്സ് പ്രശ്നോത്തരി രണ്ടാം ഭാഗം നാളെ ഇതേ സമയം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ. Radio teacher.